ഇന്നത്തെ സമകാലീനം ചർച്ച ചെയ്യുന്നത് സുഡാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പൊ പല ആളുകളും സുഡാനിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് അകിടിൻ ചുവട്ടിൽ പോലും ചോരയെ കുടിക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇത് ഇസ്ലാമോഫോബിയ വളർത്താൻ ഉള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ സംഘപരിവാർ പ്രൊഫൈലെല്ലാം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സുഡാനിന്റെ വാർത്തക്ക് താഴെ ഭീകരമായ വർഗീയ കമന്റുകളാണ്, അതായത് ഇസ്ലാമോഫോബിയ വളർത്തുന്ന കമന്റുകളാണ്, ഇവര് മതപരമായി വെറുപ്പുണ്ടാക്കുന്ന കമന്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുഡാനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാല് അത് ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതല്ല. 2002-2003 മുതൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട് സുഡാനിൽ. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാല് അവിടുത്തെ കറുത്ത വർഗക്കാര്, ആഫ്രിക്കൻ വംശജർ, അതായത് തദ്ദേശീയരായ ആളുകൾ, അതോടൊപ്പം തന്നെ അറബ് വംശജരായ ആളുകളുണ്ട്. അവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ അതിനെതിരെ സർക്കാർ ഈ ഉമറുൽ ബഷീറിന്റെ നേതൃത്വത്തില് ജാൻ ജവീദ് എന്ന് പറയുന്ന ഒരു മിലീഷ്യ, അറബ് മിലീഷ്യ, അവരെ ആ ഫോഴ്സിനെ കൊണ്ട് ഈ സമരങ്ങൾ അടിച്ചമർത്തുകയാണ്. ക്രൂരമായ ബലാത്സംഗങ്ങള്, ക്രൂരമായ കൂട്ടക്കൊലകളാണ് യഥാർത്ഥത്തില് നടന്നുകൊണ്ടിരുന്നത്. മലേഷ്യ നടന്നുകൊണ്ട് അതങ്ങനെ അടിച്ചമർത്തി. എന്നാലും ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരുന്നു. 2010 പിന്നീട് ഈ ജൻജവീദ് എന്ന് പറയുന്ന മിലീഷ്യയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന RSF ആയി മാറുന്നത്. പിന്നീട് RSF ആയി മാറുന്നത് 2019 അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഉമറുൽ ബഷീറിനെ പുറത്താക്കി. പട്ടാള ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പുറത്താക്കി. പട്ടാള തലവൻ അവിടുത്തെ സർക്കാരിന്റെ തലവനായി. പിന്നീട് ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഈ RSF ആയിട്ട് സംസാരിച്ച് അവര് ഭരണത്തിന്റെ, അതായത് ഇപ്പൊ സംഘർഷത്തിൽ പ്രധാന രണ്ട് കക്ഷികള് ഈ പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സുഡാനീസ് ആർമഡ് ഫോഴ്സും, അത് ഔദ്യോഗിക സൈന്യം. അപ്പൊ ഈ RSF-നെ അതുമായി ലയിപ്പിച്ച് സർക്കാർ അംഗീകാരത്തോടുള്ള ഒരു സേനയാക്കി മാറ്റാം എന്ന ഒരു ധാരണ പുറത്താണ്, ചർച്ചയുടെ പുറത്തും കൂടി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തില്ല, അവരെ ഉൾപ്പെടുത്തിയില്ല. പിന്നീട് 2021 പൂർണ്ണമായും പൂർണ്ണമായും രണ്ട് സംഘങ്ങളായി നിലയുറപ്പിച്ചിട്ടാണ് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 23 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദർഫാർ മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളും ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന RSF എന്ത് ചെയ്ത് പിടിച്ചെടുത്തു. ക്രൂരമായ ആക്രമണങ്ങള് അവര് നടത്തിവിടുകയാണ്. അപ്പം ഈ അധികാരത്തിന് വേണ്ടിയുള്ള, അതായത് മതപരമായ കാരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നമല്ല, രാഷ്ട്രീയവും അധികാരവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് വംശീയമായ ഈ ആക്രമണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. വംശീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ കാരണങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണഖനികളുള്ള സ്ഥലമാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് സുഡാൻ. അവിടുന്ന് സ്വർണ്ണഖനികള് മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്ത് നടത്തിയിട്ടാണ് ഈ മിലീഷ്യകൾക്ക് ഫണ്ട് വരുന്നതും അവർക്ക് ആയുധങ്ങൾ വരുന്നതും എന്നുള്ള ഒരു ആരോപണങ്ങള്. അതാണ് ദുബൈയാണ് അവരെ സഹായിക്കുന്നത്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന RSF-നെ സഹായിക്കുന്നത് ദുബൈ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഒരു പള്ളിയിലെ ഖത്തീബൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ തികച്ചും അധികാരത്തിന് വേണ്ടിയുള്ള, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ജനങ്ങൾ ബലിയാടുകയാണ്. അവിടെ മതപരമായ മറ്റു കാരണങ്ങളൊന്നും ഇല്ല. ഈ സംഘപരിവാർ പ്രൊഫൈലിനോടൊപ്പം തന്നെ ഈ നമ്മളെ അതായത് കമ്മ്യൂണിസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ യുക്തിവാദികളും ഇത് വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയ ഏകാധിപതികളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചു നോക്കാം. ആദ്യത്തെ ഒരു 5 സ്ഥാനം നമുക്ക് പരിശോധിച്ചാൽ ലോക ചരിത്രത്തിൽ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നോ, മതത്തിന് വേണ്ടിയായിരുന്നോ
ലോകത്ത് ഏറ്റവും കശാപ്പ് ചെയ്തതും കൂട്ടക്കൊലകൾ നടത്തിയത് എന്ന് 1 by 1 ആയി പരിശോധിക്കാം. ഒരു 5 എപ്പിസോഡെങ്കിലും എടുത്ത് പരിശോധിക്കണ്ട്. അതിന്റെ ഒരു തുടക്കം പറയാ, ലോക ചരിത്രത്തിൽ മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്ത ഭരണാധികാരികളിൽ ഏകാധിപതികളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാവോ സേ തുങ്. 4.5 കോടി മുതൽ 7 കോടി വരെ ആളുകളാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൊല്ലപ്പെട്ടത്. 4.5 മുതൽ 7 കോടി വരുന്ന ആളുകൾ. അതിന് ഭയങ്കര വിപ്ലവം എന്നൊക്കെയാ പേരിട്ടത്. അങ്ങനെയാണ് വിപ്ലവം എന്നൊക്കെയാ പേരിട്ടത്. പക്ഷെ കൂട്ടക്കൊല നടന്നത് 7 കോടിയോളം മനുഷ്യരെ കൊന്നിട്ടുണ്ട്, കൊലപ്പെടുത്തിയെന്നുള്ളത്. അപ്പൊ അതിന് ഇവര് ആധുനിക പേരുകൾ നൽകിയെന്നേ മാത്രമേ വ്യത്യാസമുള്ളൂ.